പണ്ട് കാപെറുക്കി നടന്ന ഒരു ദശാംശം തീനിയുടെ അഹന്ത കണ്ടാലും, പണ്ട് കുപ്പപ്പെറുക്കി നടന്ന ഒരു കാപെറുക്കി കൂലിപ്പണിക്ക് പോകാൻ മടിയായതുകൊണ്ട് മൂക്കിന് താഴെയുള്ള രോമവും വടിച്ചു കളഞ്ഞ് വേദപുസ്തകവും എടുത്ത് കഷത്തിൽ വെച്ച് മുണ്ണക്കുഞ്ഞുങ്ങളുടെ പച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി ദശാംശം തിന്ന് ചേർത്തപ്പോൾ അവൻ്റെ ആ മുഖത്തെ സ്ഥായിയായ ആ ഭാവം ഒന്ന് നോക്കിക്കേ. ഒരു പുച്ഛം. അത്താഴപ്പൊട്ടണിക്കാരൻ്റെ കഫവും ദശാംശവും സമം മിക്സ് ചെയ്ത് തിന്നുന്നതിൻ്റെ അഹന്തയാണ് അവൻ്റെ മുഖത്ത് കളിയാടുന്നത്. CITUക്കാരൻ ഉളുപ്പില്ലാതെ നിന്ന് നോക്കുകൂലി ചോദിക്കുന്നത് പോലെയാണ് സൃഷ്ടാവുണ്ടാക്കിയ നന്മകൾക്ക് ഈ വേട്ടാവളിയൻ ദശാംശം ആവശ്യപ്പെടുന്നത്. നിങ്ങൾ അവൻ്റെ ആ മുഖത്തോട്ടൊന്ന് നോക്കി, എത്ര അഹന്തയോടെയാണ് നിന്ന് ഉളുപ്പില്ലാതെയാണ് തെണ്ടുന്നത്. ഒരുപക്ഷെ ഇവനെപ്പോലെ വേറൊരുത്തനെ ഈ ഭൂമിയിൽ നമുക്ക് കാണാൻ കിട്ടില്ല. യാതൊരു ഉളുപ്പുമില്ലാതെ നിന്ന് പാവങ്ങളെ വിരട്ടി അവൻ്റെ മനസ്സിൽ ഭീതി വിതച്ച് ദശാംശം തെണ്ടുന്ന ഈ ആഗോള എച്ചിയുടെ മുഖത്തെ ആ അഹന്ത നിങ്ങൾ കണ്ടോ? വിട്ടതിനുന്ന പട്ടിക്കുണ്ടോ ഇത്രയും ശൗര്യം? ഇവനെല്ലാം ഒരു ബിസിനസ്സാണത്രേ, ബിസിനസ്. ഇവൻ്റെ സൃഷ്ടാവിനെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയുക. ഈ വീഡിയോ കാണുന്ന നാം എല്ലാവരും ഒന്ന് ഇവൻ്റെ സൃഷ്ടികർമ്മം നിർവഹിച്ചവനെ ഒന്ന് ആഞ്ഞു സ്മരിച്ചാൽ അവൻ മിനിമം 10 കൊല്ലം നിർത്താതെ കിടന്ന് തുമ്മും. ഒരു കാര്യം ഉറപ്പാ, ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ കണ്ടാൽ അവൻ്റെ സൃഷ്ടികർത്താവിനെ നിങ്ങൾ സ്മരിക്കും, ഉറപ്പാണ്. ആ മുഖത്തെ ഗൗരവം കണ്ട് ആരും ശരിക്കല്ല കേട്ടോ. വചനം വിറ്റ് തിന്ന് കുറെ കാലമായില്ലേ പാച്ചറെ, നിർത്തിക്കൂടെ? നല്ല പോലെ ബിസിനസ് ചെയ്താൽ നല്ലപോലെ ജീവിക്കാം. ബിസിനസ് ചെയ്താൽ നല്ല പോലെ കാശുണ്ടാക്കാം. ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാനുള്ള മാർഗം, കാശുണ്ടാക്കാനുള്ള മാർഗം ബിസിനസ്സാണ്. ബിസിനസ് അറിയണം, ബിസിനസ് ചെയ്യണം. ആരോഗ്യം ദൈവം തന്നല്ലേ? പഠിക്കാനുള്ള ബുദ്ധി ദൈവം തന്നല്ലേ? ജോലി ചെയ്യാനുള്ള കഴിവ് ദൈവം തന്നല്ലേ? ശ്വസിച്ച പ്രാണവായു ദൈവം തന്നല്ലേ? ഈ കൊറോണ കാലത്ത് ഓക്സിജൻ ആളുകൾ കൊടുത്ത കാശിന് കൈ കണക്കില്ല. ഇവിടെ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു. നാട്ടിൽ ഓരോരുത്തരും ഗതിയില്ലാതെ ചത്തുപോയി. കുടിച്ച വെള്ളത്തിന് പൈസ കൊടുക്കാൻ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ദൈവം തന്ന വെള്ളമേ അതെല്ലാം H2O സമ്പ്രദായത്തിൽ ഉണ്ടാക്കി കുടിക്കാൻ തന്നിരുന്നെങ്കിൽ കുഡ് യു അഫോർഡ് ഇറ്റ്? ജോലിയുണ്ട്, അതും ദൈവം തന്നല്ലേ? താമസിക്കുന്ന ഭൂമി ദൈവത്തിൻ്റെതല്ലേ? കിട്ടിയ സൂര്യപ്രകാശം ദൈവത്തിൻ്റെതല്ലേ? ഓരോ സ്കിൽ ഉണ്ടായി. നിങ്ങളുടെ അപ്പൻ നിങ്ങൾ നിക്ഷേപിച്ചതാണോ നിങ്ങളുടെ സ്കിൽ? ദൈവം നിക്ഷേപിച്ചതല്ലേ എല്ലാ സ്കില്ലും? എവറിത്തിങ് യു ഹാവ് ഈസ് ഗിവൻ ബൈ ദ ക്രിയേറ്റർ, ദ മാസ്റ്റർ. എന്തിനു തന്നു? സുഖമായിട്ട് ജീവിച്ചപ്പോൾ തിന്നു കുടിച്ച് ഇഷ്ടം പോലെ ജീവിച്ചോ, ചാവുന്നിടം വരെ ജീവിച്ചോ എന്ന് പറയാൻ തന്നതാണോ? അല്ലല്ലോ. എന്തിനാ തന്നത്? ബിസിനസ്. അപ്പം മുതലാളി കാശ് തന്നു, ബിസിനസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മുതലും അതിൻ്റെ ലാഭവും മുതലാളിക്ക് പോകണം. ചില ആളുകൾ പറയും, സാറേ അവർ വെറും പാവപ്പെട്ടവർ, ആർക്ക് അങ്ങോട്ട് വല്ലതും കൊടുത്തെങ്കിലേ സഭയിൽ വരാൻ പറ്റുള്ളൂ. പല പാസ്റ്റർമാരെ എന്നോട് പറഞ്ഞുള്ള കാര്യങ്ങളാണ്. കൊള്ളാം പാസ്റ്റർമാരെ, നല്ല കാര്യം. ഒന്നുകൂടെ ചിന്തിക്കണം. അവർ കഞ്ഞി കുടിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? കഞ്ഞി കുടിക്കുന്നില്ലേ? ഉള്ളതിൻ്റെ 10 കൊടുക്കാനേ ദൈവം പറയുന്നുള്ളൂ. ഇല്ലാത്തതിൻ്റെ കൊടുക്കാൻ ദൈവം പറയുന്നില്ല. അത് ഞാൻ ചോദിക്കുകയാണ്, കൂലിപ്പണിക്കാരനെ എടുക്കും. കൂലിപ്പണി ചെയ്താൽ ഓരോ ദേശത്ത് ഓരോ തുകയായിരിക്കും. എന്നാലും കേരളത്തിൽ ഏറെക്കുറെ 800,000 രൂപ കൂലിപ്പണിക്ക് കിട്ടും ദിവസം. 5 ദിവസം പണി ചെയ്താൽ, സാറിന് 6 ദിവസം പണിയുണ്ട്, 5 ദിവസം പണി ചെയ്താൽ ഒരു 5,000 രൂപ അല്ലെങ്കിൽ 4,000 രൂപ കിട്ടിയില്ലേ? അപ്പോൾ ഒരാഴ്ച ഒരു 400 രൂപ ദശാംശം കൊടുക്കാനില്ലേ? ഇല്ലേ? അവർക്ക് കാർഡ് അനുസരിച്ച് വളരെ കുറച്ച് വിലയ്ക്ക് പൈസ കിട്ടും. അരി കിട്ടുമല്ലോ, സാധനം കിട്ടുമല്ലോ. ശരി, കൊടുക്കില്ല. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു എന്നും അങ്ങനെ പണിക്ക് പോകണ്ട, ഇടയ്ക്കിടയ്ക്ക് ഒരു സോക്കേടും കൂടെ. ആഴ്ച 3 ദിവസം പണിക്ക് പോവുക, 3 ദിവസം സോക്കേടായിട്ടിരിക്കുക, ദശാംശം കൊടുക്കില്ല. അപ്പോൾ എത്ര രൂപയായി?
3000 രൂപ, ആശുപത്രിയിൽ അതിനകത്തൊരു 1500 രൂപ കൊടുത്തു. ബാക്കി എത്ര കൈ വന്നു? 1500 രൂപ. ദശാംശം ഉപയോഗിച്ചു പോയാൽ, സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചാൽ ദൈവത്തിൻ്റെ നിയമം 20% പെനാൽറ്റി കൊടുക്കണം. ന്യായം എന്തെന്നറിയോ? ബാങ്കിൽ നിന്ന് കാശ് കടം എടുക്കുന്നില്ലേ? ചുമ്മാ കഴിവോ? പലിശ കൊടുക്കണ്ടേ? പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്ന് എടുക്കുന്നില്ലേ? മുട്ടം പലിശ കൊടുക്കണ്ടേ? ഇപ്പോൾ പൈസ ഫ്രീ ആയിട്ട് കിട്ടുമോ? ഇല്ലല്ലോ. ദൈവത്തിൻ്റെ പണം എടുത്താൽ 20% പലിശയാണ് അതിന് ഈടാക്കുന്നത്. ഇതിലെ ഒരവയവത്തിന് കേട് വന്നാൽ ഇന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ എത്ര രൂപയാണ്? എന്തിനീ മുട്ടൊന്ന് മാറ്റി വെക്കാൻ പോയാൽ? മുട്ടൻ കാശല്ലേ? ഇപ്പോൾ ഓരോ പാസ്റ്റർമാർ ഓരോ സർജറിക്ക് പോയിട്ട് 8 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ, 25 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നു ഓരോ ട്രാൻസ്പ്ലാന്റിന്. ഇന്ന് വരെ ഇതിനെ സുഖത്തോടെ നടത്തിയതിന് ദൈവത്തിന് ടാക്സ് ഇല്ലേ? കൊടുക്കണ്ടേ? ഇത് ദൈവത്തിൻ്റെ ടാക്സാണ്. ഇത് നിങ്ങളുടെ അല്ല. ദശാംശം നിങ്ങളുടേതല്ല. നിങ്ങൾ ദശാംശം എടുത്താൽ ദൈവത്തിൻ്റെ വക നിങ്ങൾ അപഹരിക്കുകയാണ്. നല്ല പോലെ തങ്ങളെ തന്നെ പണയം വെച്ച് വേണം ചില ശുശ്രൂഷയ്ക്ക് പോകാൻ. ഇതെല്ലാം ഫ്രീ ആണെന്നോ? ഡോക്ടർക്ക് പോയി പൈസ കൊടുക്കുമല്ലോ. 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം ഇല്ലാത്ത ഉണ്ടാക്കി കൊടുക്കുമല്ലോ. ആത്മീയ ശുശ്രൂഷ ഫ്രീ ആണെന്നോ? ദൈവം പറഞ്ഞ അല്ല. എല്ലാ തൊഴിലിനും അതിൻ്റെ ശമ്പളമുണ്ട്. സുവിശേഷ വേലക്കാരനും അവൻ്റെ ശമ്പളം ഉണ്ട്. ഇതും തൊഴിലാണ്, കേവലം തൊഴിലല്ലെന്ന് മാത്രം. ഒരു ദൂതുണ്ടാക്കണമെങ്കിൽ, ശരിക്കും ഒരു ദൂതുണ്ടാക്കണമെങ്കിൽ എത്ര മണിക്കൂർ പണി ചെയ്യണം? ഈ ദശാംശം പിടുങ്ങിയെ കാണുമ്പോൾ കുറ്റിച്ചൂലെടുക്കുവാൻ നമ്മുടെ മുണ്ണകൾക്ക് എന്ന് സാധിക്കും? ഇവനെ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിക്കുവാൻ നമുക്ക് റോണിയെ ക്ഷണിക്കാം. ഉച്ചത്തിലൊരു സൂത്രം പറഞ്ഞാട്ടെ. ആത്മീയ മേഖല ഇന്ന് ബിസിനസ് മേഖലയാണ്. ഈ മേഖലയിൽ പാസ്റ്റർമാരില്ല, എല്ലാം മുതലാളിമാർ മാത്രമേ ഉള്ളൂ. ഈ മേഖലകളിൽ നഷ്ടക്കച്ചവടങ്ങളില്ല, മൊത്തം ലാഭമാണ്. ഞാൻ ഈ പറയുന്നത് 80% ദൈവത്തെ വിറ്റ് ജീവിക്കുന്ന കള്ള മുതലാളിമാരെ പറ്റിയാണ് പറയുന്നത്. 20% വരുന്ന യഥാർത്ഥ ദൈവവേലക്കാരെ പറ്റിയല്ല. ആദ്യമേ അത് നിങ്ങൾ മനസ്സിലാക്കണം. ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വചനക്കച്ചവടം ചെയ്യുന്ന മുതലാളിമാരെ പറ്റി പലപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം നിനക്ക് ഞങ്ങളുടെ ദൈവദാസന്മാരെക്കുറിച്ച് എന്തറിയാം എന്ന് ചോദിച്ചുകൊണ്ട് പല അടിമ കുഞ്ഞാടുകളും മുൻപോട്ട് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ചോദിക്കുന്ന ഇതേ ചോദ്യം തന്നെയാണ് എനിക്ക് നിങ്ങളെപ്പോലുള്ള അടിമ കുഞ്ഞാടുകളോട് തിരിച്ചു ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പിടിച്ചുപറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കള്ള മുതലാളിമാരായുള്ള ഈ പാസ്റ്റർമാരെ ദൈവദാസന്മാരെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏതിൻ്റെ അടിസ്ഥാനം? ദാ ഇവിടെ ഒരു മുതലാളി നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ ബിസിനസ് സംസാരിക്കുകയാണ്. ഈ മുതലാളിയുടെ പേരാണ് TJ ശൗമേൽ മുതലാളി. ഇദ്ദേഹം ഒരു AGയിലെ മുതലാളിയാണ്. AG എന്ന് വെച്ചാൽ ഇത്രയും കാലം ഞാൻ ഓർത്തിരുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നാണ്. പക്ഷേ ഈ മുതലാളിയുടെ പ്രസംഗം കണ്ടു കഴിഞ്ഞ ശേഷമാണ് അത് അസംബ്ലീസ് ഓഫ് ഗോഡ് അല്ല, ഏജൻസ് ഓഫ് ഗ്രീഡ് എന്നാണ് എന്നെനിക്ക് മനസ്സിലായത്. ഇവിടെ ശൗമേൽ മുതലാളി പറയുന്നത് നിങ്ങൾക്ക് ആരോഗ്യം തന്നത്, ബുദ്ധി നൽകിയത്, സ്കില്ല് നൽകിയത്, വായു, വെളിച്ചം, ഭക്ഷണം ഇവയൊക്കെ നൽകിയത് എന്തിനാണ്? അത് ബിസിനസ് ചെയ്യാനാണ്. നിങ്ങൾ ബിസിനസ് ചെയ്ത് അതിൻ്റെ ലാഭം മുതലാളിക്ക് നൽകണം. ഈ മുതലാളി ആരാണെന്ന് ചോദിച്ചാൽ അടിമ കുഞ്ഞാടുകൾ പറയും, അയ്യോ അത് ദൈവമാണ്, ദൈവത്തെ പറ്റിയാണ് പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ദൈവം നേരിട്ട് വന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര കാശാണ് മേടിച്ചത്? ദൈവത്തിന് നിങ്ങളുടെ കാശ് കൊണ്ട് എന്താണ് ആവശ്യം? കാശ് കൊടുത്ത് ദൈവത്തെയും ദൈവരാജ്യത്തിനെയും മേടിക്കാം എന്ന് പറയുന്ന ഈ മുതലാളിമാർക്ക്, അല്ലെങ്കിൽ ഇതുപോലത്തെ ശൗമേൽ മുതലാളിമാരല്ലേ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ലാഭം കൊണ്ടുപോകുന്നത്? സത്യസന്ധമായി പട്ടിണിയിലും കഷ്ടതയിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ഓടി നടന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നല്ലവരായ സുവിശേഷ പ്രവർത്തകർ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ പറയുന്നത് നിങ്ങളെ പറ്റിയല്ല.
ഒരു ഗതിയും ഇല്ലാതെ വരുമ്പോൾ ദേഹം അനങ്ങി പണി ചെയ്യാൻ താല്പര്യമില്ലാത്തവന്മാർ ഒരു ബൈബിൾ സംഘടിപ്പിച്ച് ഒരു കോട്ട് വാടകയ്ക്ക് എടുത്ത് 1-2 മുറി വാടകയ്ക്ക് എടുത്ത് 10 മൊണ്ണകളെ അതിനകത്ത് കയറ്റി പ്രാർത്ഥിപ്പിച്ച് അവരെ കൊണ്ട് ഇവനെ പാസ്റ്ററെന്നും പ്രവാചകനെന്നും അഭിഷക്തനെന്നും അപ്പോസ്തലനെന്നും എന്നൊക്കെ വിളിപ്പിച്ച് തട്ടിക്കൂട്ട് സഭയുണ്ടാക്കി ബക്കറ്റിലിട്ട് മീൻ പിടിച്ച് ജീവിക്കുന്ന ഈ കൊച്ചു മുതലാളിമാരെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ഇവന്മാർ അവകാശപ്പെടുന്നത് ഞങ്ങൾ വലിയ സുവിശേഷ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നെന്നുള്ളതാണ്. എടാ കള്ള മുതലാളിമാരെ, ഇതാണോടാ സുവിശേഷ വേല? ഈ വേലത്തരം നിന്റെ ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ആർത്തിമൂത്ത് ഭ്രാന്തായി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ആർത്തിമൂത്ത് പാസ്റ്ററായി എന്ന് മാറ്റി പറയേണ്ടി വരും ഈ ശൗമേൽ മുതലാളിയുടെ കാര്യത്തിൽ. ശൗമേൽ മുതലാളിയുടെ ഈ പിടിച്ചുപറി പ്രസംഗത്തിലെ പല കാര്യങ്ങളും വിവാദമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചില ചെറുകിട മുതലാളിമാർ ഈ വൻകിട മുതലാളിയായ ശൗമേൽ മുതലാളിയുടെ ഈ പിടിച്ചുപറി പ്രസംഗങ്ങൾ പല അടിമ കുഞ്ഞാടികൾക്കും ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ നിന്ന് ദശാംശം പിടിച്ചുപറി നടത്തുന്നതായിട്ട് കേട്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ട് വന്നത്. എനിക്ക് ഈ ശൗമേൽ മുതലാളിയോട് ചോദിക്കാനുള്ളത്, മുതലാളി, ഈ ഭൂമിയിൽ ദൈവം വായു, ഭക്ഷണം, ആരോഗ്യം, ബുദ്ധി ഇവ നൽകിയിരിക്കുന്നത് AG-ക്കാർക്കും IPC-ക്കാർക്കും മാത്രമാണോ? ദശാംശം കൊടുക്കാത്ത മറ്റു സഭക്കാർക്കും മറ്റു മതക്കാർക്കും ദൈവം വായുവും വെളിച്ചവും ആരോഗ്യവും ബുദ്ധിയും ഒക്കെ നൽകിയിട്ടുണ്ടല്ലോ. അതെന്തേ അങ്ങനെ? അതുപോലെ തന്നെ ശൗമേൽ മുതലാളിയോടും മുതലാളിയുടെ കൂടെ നടക്കുന്ന കൊച്ചു മുതലാളിമാരോടും എനിക്ക് ചോദിക്കാനുള്ളത്, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ദശാംശത്തിന് ഈ പാസ്റ്റർ മുതലാളിമാർ എങ്ങനെയാണ് അർഹരാകുന്നത്? അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ITY ന്യൂസിലൂടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദശാംശം എന്ന വിഷയം ആസ്പദമാക്കി 3 ഭാഗങ്ങളായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് 3 വീഡിയോസാണ്. അതുകൊണ്ട് ഇനി ഡീറ്റെയിൽഡായിട്ട് ഈ ദശാംശം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആവശ്യമുള്ളവർക്ക് ആ വീഡിയോകൾ പോയി കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അന്ന് ഞാൻ ദശാംശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ബൈബിൾ ആത്മാർത്ഥമായി പഠിച്ച ഒരാൾക്ക് ദശാംശം പിടിച്ചു പറിച്ചു മേടിച്ച് ദൈവവേല ചെയ്യാനായിട്ട് പറ്റില്ല. നിർബന്ധിത ദശാംശം എന്ന് പറഞ്ഞ കാര്യമില്ല. പലർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല. ഇന്ന് ചില സഭകൾ പ്രവർത്തിക്കുന്നുണ്ട്, പണപ്പിരിവില്ലാത്ത ചില സഭകൾ. ഒരു പുതിയ നിയമവിശ്വാസി എന്ന നിലയിൽ ആരുടെ നിർബന്ധത്താലും കൊടുക്കാൻ പാടില്ല. സന്തോഷത്തോടെ നിങ്ങളുടെ ഹൃദയത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് കൊടുക്കുക എന്നുള്ളതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ സഭകളിൽ ദശാംശ പിരിവില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ഒരു ബോക്സ് കാണും. ആ ബോക്സിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള തുക അവിടെ നിക്ഷേപിക്കാവുന്നതാണ്. നിങ്ങൾ അവിടെ ഒന്നും നിക്ഷേപിച്ചില്ലെങ്കിലും അവിടെ ഒരു പ്രശ്നമില്ല. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനത്തെ സഭകളും ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് സഭകളിലും ഇന്ന് നിർബന്ധിത പിടിച്ചുപറിയാണ് നടത്തുന്നത്. ശൗമേൽ മുതലാളിയുടെ ഈ ആർത്തി പ്രസംഗത്തിൽ പിടിച്ചുപറിക്കാനുള്ള പല കാര്യങ്ങളും മുതലാളി വിളിച്ചു പറയുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ശൗമേൽ മുതലാളി നടത്തിയ ഈ പിടിച്ചുപറി പ്രസംഗം പലതവണ കേട്ടതിന് ശേഷമാണ് ഞാൻ ഈ മെസ്സേജ് ചെയ്യുന്നത്. അതുകൊണ്ട് മുതലാളിക്ക് വേണ്ടിയിട്ട് അടിമവേല ചെയ്യുന്ന കൊച്ചു മുതലാളിമാരും അടിമ വിശ്വാസികളും ഇത് മുഴുവനും കേട്ടിട്ട് നിങ്ങൾ സംസാരിക്കൂ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിറങ്ങരുത്. മാത്രമല്ല, ശൗമേൽ മുതലാളിയുടെ 1 മണിക്കൂറിലേറെ ദൈർഘ്യമുള്ള ഈ പിടിച്ചുപറി പ്രസംഗത്തിൽ ഒരിടത്ത് പോലും ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ച് കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 2 കൊരിന്ത്യർ 9-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. പക്ഷേ ശൗമേൽ മുതലാളിയുടെ ഈ പ്രസംഗത്തിൽ ഒരിടത്ത് പോലും ഈ വാക്യത്തെക്കുറിച്ച് ഒരൊറ്റ പരാമർശമില്ലായിരുന്നു. ഞാൻ ഈ കൊച്ചു മുതലാളിമാരോടാണ് ചോദിക്കുന്നത്, എന്തേ നിങ്ങളുടെ ശൗമേൽ മുതലാളി ഈ വാക്യത്തെക്കുറിച്ച് സംസാരിക്കാതിരുന്നത്? കാരണം ഇത് സംസാരിച്ചാൽ ദശാംശം എന്ന പിടിച്ചുപറി നടത്താൻ പറ്റില്ല. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം, ഈ ശൗമേൽ മുതലാളി ഏത് ബൈബിൾ സ്കൂളിൽ പോയാണ് ഈ തിരുവചനം പഠിച്ചെന്നുള്ളതാണ്. അതോ ഒരു ദിവസം വേദപുസ്തകം കക്ഷത്തിലെടുത്ത് വെച്ച് പാസ്റ്ററാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണോ എന്നുള്ളതാണ് എനിക്കറിയാൻ വയ്യാത്തത്. ചിലപ്പോൾ ആർത്തി മൂത്ത് പാസ്റ്ററായതായിരിക്കും. ഈ ശൗമേൽ മുതലാളിയുടെ ഈ പ്രസംഗത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു ഭാഗമാണ് മറ്റുള്ള ഈ കൊച്ചു മുതലാളിമാർ വന്ന് ശൗമേൽ മുതലാളിയോട് പറയുന്നത്, ഈ അടിമക്കുഞ്ഞാടികളുടെ വീട്ടിലെ സ്ഥിതി കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കേണ്ട അവസ്ഥയാണ്, അവരോടൊക്കെ എങ്ങനെ ദശാംശം ചോദിച്ചു മേടിക്കും എന്നുള്ളത്. ഇത് കേട്ടിട്ടാണ് ശൗമേൽ മുതലാളി പറയുന്നത്,
ഈ ഒന്നുമില്ലാത്ത ഈ ദരിദ്രനാരായണന്മാരുടെ കയ്യിൽ നിന്ന് എങ്ങനെ പിടിച്ചു പറിക്കണം എന്നുള്ളതാണ് ശൗമേൽ മുതലാളി ഈ പ്രസംഗത്തിൽ പറയുന്നത്. വിദേശ രാജ്യത്തെ പട്ടുമെത്തയിൽ ഉറങ്ങുന്ന ശൗമേൽ മുതലാളി ചോദിക്കുകയാണ്, ഈ പട്ടിണി പാവങ്ങൾക്ക്, ദാരിദ്ര്യരേഖയിൽ താഴെയുള്ളവർക്ക് കിട്ടുന്ന അരി സൗജന്യമായി കിട്ടുന്നില്ലേ? 5 ദിവസം പണിയെടുത്താൽ 5000 രൂപ കിട്ടുന്നില്ലേ? അങ്ങനെ 5000 രൂപയിൽ നിന്ന് ദൈവത്തിന് ദശാംശം കൊടുത്തില്ലെങ്കിൽ ദൈവം അവരുടെ 1500 രൂപയുടെ പണി കളയും എന്നാണ് പറയുന്നത്. ഈ ശൗമേൽ മുതലാളിയുടെ ദൈവം ദാദാപീസും ഗുണ്ടാപീസും മേടിച്ച് ജീവിക്കുന്ന ഒരു ദൈവമാണ്. ദാദാപീസ് കിട്ടിയില്ല എങ്കിൽ പാവപ്പെട്ടവൻ്റെ ജോലി കളയുന്ന ഈ ദൈവം ഒരു വിചിത്രമാണ് എൻ്റെ മുതലാളി, വിചിത്രം. അങ്ങനത്തെ വിചിത്രമായ ഒരു ദൈവത്തിനെ ഞങ്ങളുടെ വേദപുസ്തകത്തിൽ കണ്ടിട്ടില്ല. ശൗമേൽ മുതലാളി, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. മുതലാളി പട്ടിണിയോ ദാരിദ്ര്യമോ വല്ല അനുഭവിച്ചിട്ടുണ്ടോ? ആഹാരമില്ലാതെ മുതലാളി പട്ടിണി കിടന്നിട്ടുണ്ടോ? ഈ പട്ടിണി എന്ന് പറയുന്നത് മുതലാളിമാരുടെ മേധസ് കുറയ്ക്കാൻ വേണ്ടി 21 ദിവസം ആപ്പിളും പാലും കുടിച്ചും കഴിച്ചും ഫ്ലെക്സ് അടിപ്പിച്ച് പ്രചരിപ്പിച്ചും നടത്തുന്ന ഉപവാസത്തെക്കുറിച്ചല്ല. ശൗമേൽ മുതലാളി ഒരു കാര്യം മനസ്സിലാക്കണം. ഗുണ്ടാഫീസും ദാദാഫീസും പിരിച്ചെടുത്ത് ജീവിക്കുന്ന ദൈവത്തോടല്ലാതെ സ്നേഹനിധിയായിട്ടുള്ള ഒരു ദൈവത്തോട് പ്രാർത്ഥിച്ച് പണിയെടുത്ത് ജീവിക്കുന്ന ധാരാളം ആൾക്കാർ ഈ ഭൂമിയിലുണ്ടെന്നുള്ളത് മുതലാളി മനസ്സിലാക്കണം കേട്ടോ. എനിക്ക് ഈ ഏജിയിലെ ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതുപോലെയുള്ള ദൂതുകളും പ്രസംഗങ്ങളും ഒക്കെ നടത്താൻ ആരെങ്കിലും കിട്ടിയില്ലെങ്കിൽ വല്ല ചിട്ടി മുതലാളിമാരെയോ ബാറ് മുതലാളിമാരെയോ ഒക്കെ കൊണ്ടുപോയി പ്രസംഗിപ്പീരും. ഇതിനേക്കാട്ടിലും ഒരു മാന്യതയുണ്ട്, അന്തസ്സുണ്ട്. ഇതുപോലെയുള്ള സെപ്റ്റി ടാങ്കുകളെ പിറക്കിയെടുത്തുകൊണ്ട് പോയി പ്രസംഗിപ്പിക്കരുത്. ശൗമേൽ മുതലാളി ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കൊടുത്ത് നേടുന്നതല്ല സ്വർഗരാജ്യം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൊടുക്കുന്നവനെ സ്വർഗത്തിലോട്ട് പോകത്തുള്ളൂ. ശൗമേൽ മുതലാളി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവത്തിന് ദശാംശം കൊടുക്കണമെന്ന്. മുതലാളി പഴയ നിയമത്തിൽ നിന്നാണ് ദശാംശം സംസാരിക്കുന്നത്. കാരണം പുതിയ നിയമത്തിൽ ദശാംശമില്ല. യേശുവോ ശിഷ്യന്മാരോ ആരുടെ കയ്യിൽ നിന്ന് ദശാംശം വാങ്ങിയതായിട്ട് പറയുന്നില്ല. കൊടുക്കുവാനായിട്ടുള്ള ഒരു ഉപദേശവും നൽകിയിട്ടില്ല. യേശു ടാക്സ് കൊടുത്തതായിട്ട് പറയുന്നുണ്ട്, ദശാംശം കൊടുത്തതായിട്ട് പറയുന്നില്ല. എൻ്റെ ശൗമേൽ മുതലാളി, ഈ ദശാംശത്തിൻ്റെ പേരിൽ നിങ്ങൾ ഈ പിടിച്ചുപറി പ്രസംഗം നടത്തുമ്പോൾ പഴയ നിയമത്തിൽ ദശാംശം എത്ര എണ്ണം ഉണ്ടായിരുന്നെന്നും അതെങ്ങനെയായിരുന്നെന്നും അത് എത്ര ശതമാനമായിരുന്നെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അതുപോലെ തന്നെ ദശാംശം പണമായിട്ട് നൽകണമെന്ന് പഴയ നിയമത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇന്ന് ദശാംശത്തിൻ്റെ പേരിൽ പിടിച്ചുപറി നടത്താൻ ഇറങ്ങിയിരിക്കുന്ന കൊച്ചു മുതലാളിമാരും വലിയ മുതലാളിമാരും മിനിമം പഴയ നിയമത്തിലെ ദശാംശം എന്തായിരുന്നെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. പഴയ നിയമത്തിൽ ദശാംശത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കണം. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ കൊടുത്തിരുന്നത് 3 ദശാംശമായിരുന്നു, 1 അല്ല 3 ദശാംശമായിരുന്നു. ശൗമേൽ മുതലാളി പറയുന്നതിൻ്റെ തൊട്ട് 10% അല്ലായിരുന്നു, 23.3% മുതലാളി അന്ന് കൊടുത്തിരുന്നത്. പക്ഷേ ഇന്ന് പല മുതലാളിമാർക്കും ഇതിൻ്റെ സംഭവം അറിയത്തില്ല. 3 ദശാംശങ്ങളിൽ ഒന്നാമത്തേത് ലെവിറ്റിക്കൽ ടൈത്ത് അല്ലെങ്കിൽ ലേവ്യ പുരോഹിതന്മാർക്കുള്ള ടൈത്ത് അല്ലെങ്കിൽ ദശാംശം, അത് 10%. രണ്ടാമത്തെ ദശാംശം ഫെസ്റ്റിവൽ ടൈത്ത്, ഉത്സവങ്ങളും പെരുന്നാളും ആചരിക്കാൻ വേണ്ടി നീക്കി വെക്കുന്ന 10% ദശാംശം, അതാണ് രണ്ടാമത്തെ ടൈത്ത്. മൂന്നാമത്തെ ദശാംശം ദരിദ്രന്മാർക്കുള്ള ദശാംശം, അത് 3 വർഷത്തിൽ ഒരിക്കൽ കൊടുക്കുന്നതാണ്. അത് അനാഥർക്കും വിധവമാർക്കും പരദേശികൾക്കുമായിട്ടുള്ളതാണ് ആ ദശാംശം, ആ ടൈത്ത്. അങ്ങനെ ഒരാൾ 23.3% അന്ന് ദശാംശം കൊടുത്തിരുന്നത്. പക്ഷേ എനിക്ക് ഈ മുതലാളിമാരോട് ചോദിക്കാനുള്ളത്, ഈ 3 ദശാംശങ്ങളിൽ ഏതിലാണ് നിങ്ങൾ വിടുന്നത്? ശൗമേൽ മുതലാളിയുടെ പ്രസംഗത്തിൽ ശൗമേൽ മുതലാളി പറഞ്ഞ ദശാംശം എന്ന് പറയുന്ന ലേവ്യർക്ക് കൊടുത്ത ദശാംശത്തെ പറ്റിയാണ്. ഈ ലേവ്യർക്കുള്ള ദശാംശം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ പെന്തക്കോസ് പാസ്റ്റർമാർക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്, അവരെങ്ങനെയാണ് അതിന് അർഹരാകുന്നത്? പൗരോഹിത്യം ഇന്നില്ല, പൗരോഹിത്യം നിന്നുപോയി, പുരോഹിതന്മാരില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവന്മാരാണ്, ഈ പാസ്റ്റർമാരാണ് ഇന്ന് ദശാംശം പിടിച്ചു പറിച്ച് ലേവ്യ പൗരോഹിത്യത്തിൻ്റെ പേരിൽ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലേവ്യന്മാർക്ക് കൊടുത്തിരുന്ന ദശാംശം ഞങ്ങൾക്കും വേണം എന്ന് ഇന്നത്തെ ഈ മുതലാളിമാർ വാശി പിടിച്ചു പറിക്കുകയാണ് എങ്കിൽ ഈ ലേവ്യ ദശാംശത്തിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം വഴിപാടുണ്ടായിരിക്കണം, യാഗം ഉണ്ടായിരിക്കണം, പരിച്ഛേദന ഉണ്ടായിരിക്കണം. ഇവയൊക്കെ ഉണ്ടെങ്കിലേ ദശാംശം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ദശാംശത്തിന് മാത്രമായിട്ട് നിലനിൽക്കാൻ സാധിക്കത്തില്ല. കാരണം ലേവ്യ പുരോഹിതന്മാർക്ക് വസ്തുവകകളിൽ ഓഹരി ഇല്ലാത്തത് കൊണ്ടാണ് അന്ന് ദശാംശം കൊടുത്തിരുന്നത്.
അങ്ങനെയാണെങ്കിൽ ശൗമേൽ മുതലാളി ഒരു കാര്യം വെളിപ്പെടുത്തണം. മുതലാളി ജീവിക്കുന്നത് ഈ വഴിപാടും യാഗവും പരിച്ഛേദനയൊക്കെ കഴിച്ചാണോ എന്നുള്ളതാണ്. അത് മിനിമം മുതലാളിയുടെ കൂടെ ഉള്ള ആൾക്കാരെങ്കിലും ഇത് ബോധ്യപ്പെടുത്തണം, പരിച്ഛേദന ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. മുതലാളി, നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദശാംശം പിടിച്ചു പറിച്ച് മേടിക്കുന്നത്? ദൈവത്തിന് എന്തിനാണ് മുതലാളി കാശ്? ഒരു പുതിയ നിയമ വിശ്വാസിക്ക് ദേവാലയമില്ല, പുരോഹിതനില്ല, ദശാംശമില്ല. ഞാൻ ദശാംശത്തെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുള്ള എൻ്റെ മെസ്സേജിൽ ഈ പിടിച്ചുപറിക്കാൻ, ദശാംശം എന്ന് പറഞ്ഞ പേരിൽ പിടിച്ചുപറി നടത്താൻ ഇറങ്ങിയിരിക്കുന്ന പാസ്റ്റർമാർക്കെതിരെ പ്രയോഗിക്കേണ്ട ഒരു സൂത്രവാക്യം പറഞ്ഞിട്ടുണ്ട്. OPKV, ഓട് പാസ്റ്ററെ കണ്ടം വഴി. ഈ ദശാംശം മേടിച്ച് ഈ പ്രവർത്തനം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്ന ഇവന്മാരെ കണ്ടം വഴി ഓടിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതിലാദ്യം ഓടിക്കേണ്ടത് ഈ ശൗമേൽ മുതലാളിയാണ്. ഈ ശൗമേൽ മുതലാളിയുടെ ഈ പിടിച്ചുപറി പ്രസംഗം കേട്ടവർക്കറിയാം, ദേഹം അനങ്ങി പണി ചെയ്യാതെ മറ്റുള്ളവരെ നിന്ന് പിടിച്ചു പറിച്ച് ജീവിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന ശൗമേൽ മുതലാളി ഇതിനകത്ത് പൗലോസ് അപ്പോസ്തലനെ വിമർശിക്കുന്നുണ്ട്. സ്വന്തം ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്തി സ്വന്തമായിട്ട് പണം സമ്പാദിച്ച് സുവിശേഷ വേല ചെയ്തതിന്. ഇതിനകത്ത് ശൗമേൽ മുതലാളി പറയുന്നത്, ഒരു മുതലാളിമാരും കൊച്ചു മുതലാളിമാരായിട്ടുള്ള പാസ്റ്റർമാർ ദേഹം അനങ്ങി പണി ചെയ്യരുത്, അത് ഈ പണി മാത്രമേ ചെയ്യാവുള്ളൂ. ആ പണിയാണ് ദൂത്. 2-3 ദിവസം ഇതുപോലത്തെയുള്ള പിടിച്ചുപറി ദൂത് ഉണ്ടാക്കുന്നതിന് ഭയങ്കര കഷ്ടപ്പാടെന്നാണ് പറയുന്നത്. അതുതന്നെ ഈ മുതലാളിമാർക്ക് സ്തുതിപാടി നടക്കുന്ന അടിമ കുഞ്ഞാടികളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 17-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 25 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കണം. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ആലയത്തിൽ വസിക്കുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ദൈവം നിങ്ങളുടെ ആലയങ്ങളിൽ വസിക്കുന്നില്ല. ദൈവം നിങ്ങളുടെ കൈകളാലുള്ള ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ശൗമേൽ മുതലാളി ഈ പിടിച്ചുപറി നടത്തുന്നത്? അതുപോലെ തന്നെ ശൗമേൽ മുതലാളി പറയുന്നുണ്ട്, ദൈവിക ശുശ്രൂഷ സൗജന്യമല്ല എന്നുള്ളത്. വേദപുസ്തകം വായിച്ച് പഠിക്കേണ്ട കാലഘട്ടത്തിൽ വേറെ പുസ്തകങ്ങളൊക്കെ വായിച്ച് നടന്നാലുള്ള പ്രശ്നം ഇതാണ്. മുതലാളി മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു, സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായിട്ട് കൊടുപ്പീൻ. ഈ ശൗമേൽ മുതലാളിയുടെ പിടിച്ചുപറി പുസ്തകത്തിൽ ഈ ശുശ്രൂഷകളൊന്നും സൗജന്യമല്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ 9-10 വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അന്ന് ദശാംശം നിലവിലിരിക്കുന്ന സമയമാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇതിൻ്റെ 9-10 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും, വഴിക്ക് പൊക്കണവും 2 ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അന്ന് ദശാംശം നിലവിലിരിക്കുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ദശാംശം വാങ്ങിച്ച് പ്രവർത്തിക്കുക എന്നവിടെ പറയുന്നില്ല, ദശാംശം വാങ്ങിക്കണമെന്ന് അവിടെ പറയുന്നില്ല. മാത്രമൊന്നല്ല, സ്വന്തമായിട്ടുള്ള സ്വർണമോ വെള്ളിയോ യാതൊരു തരത്തിലുള്ള സമ്പാദ്യങ്ങളും എടുക്കുകയും ചെയ്യരുത്. യേശുക്രിസ്തു അത് പറയുന്നതിൻ്റെ കാരണം അവർ പൂർണ്ണമായിട്ടും ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത്, മനുഷ്യരിലല്ല. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവചനം പറയുന്നത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കണം, അല്ലാതെ എൻ്റെ നീതിമാൻ ദശാംശം പിടിച്ചു പറിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് ഒട്ടുമിക്ക കള്ള മുതലാളി പാസ്റ്റർമാരും പറയുന്നത്, ഞങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ പണം തരണം, നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ദൈവത്തോട് ചോദിച്ചോളുക, ലഭിക്കും. കാരണം ഇവന്മാർക്ക് ദൈവത്തിലൂടെ വിശ്വാസത്താൽ മേടിക്കാൻ അറിയത്തില്ല. കാരണം ദൈവത്തിൽ വിശ്വാസം വേണ്ടേ ആദ്യം. അതുകൊണ്ടാണ് നിങ്ങളോട് വേണമെങ്കിൽ കിട്ടുന്നെങ്കിൽ മേടിച്ചോളാൻ പറയുന്നതിൻ്റെ കാര്യം. ഇതുപോലെയുള്ള പിടിച്ചുപറി ഇടനില മുതലാളി പാസ്റ്റർമാരെ ഒഴിവാക്കി ഒരു 10-15 കുടുംബങ്ങൾ കൂടി ഒരു കൂട്ടായ്മ ആചരിക്കുക. അതിലൊരു പാസ്റ്ററിൻ്റെ ആവശ്യമില്ല, ഒരു പാതിരിയുടെ ആവശ്യമില്ല. തിരുവചനത്തിൽ അറിയാവുന്ന ഒരാൾ സത്യവചനം വായിച്ച് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക, അവരുടെ അനുഭവങ്ങൾ വചനത്തിലുള്ളത് പങ്കുവെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹത്തിലും ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക. അതല്ലേ യഥാർത്ഥ ക്രിസ്തീയ കൂട്ടായ്മ? ഒരു പുതിയ നിയമത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു പുതിയ നിയമ വിശ്വാസിക്ക് അവിടെ എങ്ങനെ കല്യാണം നടത്തണമെന്നോ എങ്ങനെ ശവമടക്ക് ശുശ്രൂഷ നടത്തണമെന്നോ പറയുന്നുണ്ടോ?
പിന്നെ ഈ ശുശ്രൂഷ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ഇടനില മുതലാളിമാർ ജീവിക്കാൻ വേണ്ടി അത് കൊണ്ടുവന്നു. അതുകൊണ്ട് ഇതുപോലെയുള്ള കള്ള ഇടനില മുതലാളിമാരെ ഒഴിവാക്കി സ്നേഹത്തിലും ക്രിസ്തീയ അനുഭവത്തിലും ഒരു നല്ല ചെറിയ കൂട്ടായ്മകൾ ഉണ്ടായി വരട്ടെ. അവിടെ ഒരു പാസ്റ്ററും പാതിരി മുതലെടുക്കാതിരിക്കട്ടെ, പണത്തിനു വേണ്ടി പിടിച്ചുപറി നടത്താതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാ പിന്നെ അടുത്ത ഞായറാഴ്ച കാണാം. ഈ ദശാംശം പിടുങ്ങിയെ എവിടെങ്കിലും വെച്ച് കണ്ടാൽ പോയി ചെവിയിലൊരു സൂത്രം പറയണം കേട്ടോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.